മമ്മി പാമ്പ്. ദേ മമ്മി പാമ്പ്. പാമ്പ്. എവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മമ്മിയുടെ പാമ്പുണ്ടായിരുന്നു. മോൾക്ക് തോന്നിയതാവും. നോ മമ്മി, ഞാൻ ഡോർ തുറന്നപ്പോ പെട്ടെന്നൊരു പാമ്പ് പുറത്തേക്ക് വന്നതുപോലെ. എന്തോടോ താനീ പറയുന്നത്? അടച്ചിട്ട കാറില് പാമ്പങ്ങനെ കയറുന്നത്? മേഡം പറഞ്ഞിരുന്നില്ലേ രാവിലെ മുതല് നല്ല തലവേദനയായിരുന്നു ഗാഥയ്ക്കെന്ന്? ഇത് അതിന്റെ തോന്നൽ തന്നെ. തോന്നലൊന്നുമല്ല, സർപ്പശാപം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതാ. അമ്മേ, എല്ലാരും വണ്ടി കയറ്. എന്തായാലും നമുക്കിവിടുന്ന് പെട്ടെന്ന് പോയേക്കാം. ഇനിയും ബാക്കിയുള്ളവരും കൂടി പാമ്പിനെ കാണണ്ടല്ലോ. ശരി, വാ. ഓക്കെ, മോള് കേറ്. അച്ഛാ കേറ്. വാ. നന്ദ, ഇനി ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ നാഗക്ഷേത്രത്തിലേക്ക് പോവാ. അവിടെ ഇന്ന് ആയില്യപൂജ നടക്കുക. അമ്മ ഇപ്പൊ പോയാല് എല്ലാവരും തകരുത്. ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. എനിക്ക് നിനക്കും മാത്രം അറിയാവുന്ന സർപ്പശാപത്തിന്റെ രഹസ്യം നിർമ്മലയും മോളും ഉദയനും എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിർമ്മല പറയുന്നത് ഞാൻ കേട്ടതാ. വിവാഹം കഴിഞ്ഞാല് ഗാഥമോള് മരിക്കുമെന്നുള്ളൊരൊറ്റ കാരണത്തിലാ നിർമ്മല ഇപ്പോ ചിരിച്ചും കളിച്ചും എല്ലാവരുടെയും കൂടെ നിൽക്കുന്നേ. ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ല. നവീന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടി വന്നാലും ഈ കല്യാണം നടക്കില്ലെന്ന് ഞാൻ പറയും. അതിനുള്ള മനഃശക്തി കിട്ടാൻ വേണ്ടിയാ ഞാൻ ക്ഷേത്രത്തിൽ പോന്നേ. നീ തടയണ്ട. ഇന്ന് രാത്രി ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. ആരെയും ബലി കൊടുക്കാൻ വയ്യ. ഇനി ഒരു മരണം കാണാനുള്ള കരുത്ത് എനിക്കില്ല.